നമസ്കാരം. മരീചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രാമായണത്തിൽ കൈകേയിയുടെ ദാസിയായിരുന്നു മന്ദര. മന്ദര കുബുദ്ധിയായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ദുർബുദ്ധിയും ദുഷ്ടസ്ത്രീയുമായിരുന്നു എന്നുള്ളതാണ്. സ്വല്പ കൂനൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സ്ത്രീയുടെ നിർബന്ധത്തിനാണ് കൈകേയി ദശരഥനോട് രണ്ട് വരങ്ങൾ വാങ്ങുകയും കൗസല്യ പുത്രനായ ദശരഥൻ ജന്മജനായ രാമൻ വനവാസത്തിന് പോവുകയും ചെയ്യുന്നത്. വനവാസത്തിന് പോയപ്പോൾ സീതയും ലക്ഷ്മണനുമൊക്കെ കൂടെ പോവുകയും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് ജടായു എന്ന പക്ഷിയെ കണ്ടുമുട്ടുകയും സമ്പാദിക്കുന്ന പക്ഷിയെ കണ്ടുമുട്ടുകയും രാമൻ പല സന്യാസി ശ്രേഷ്ഠന്മാർക്കും സേവനം ചെയ്യുകയും അവരുടെ വരം വാങ്ങുകയും ദിവ്യാസ്ത്രങ്ങൾ നേടുകയും ചെയ്യുവാൻ ചെയ്തത്. ബാലി സുഗ്രീവന്മാരുമായിട്ട് കണ്ടുമുട്ടുകയും സുഗ്രീവനുമായി സഖ്യം ചെയ്യുകയും അതീവ ബലവാനായ ബാലിയെ വധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സീതയെ മോഷ്ടിച്ചുകൊണ്ടുപോയ രാമനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിഭയങ്കരമായ യുദ്ധവും അവിടേക്ക് ലങ്കയിലേക്ക് പാലം നിർമ്മിക്കുകയൊക്കെ ചെയ്തത് വാനരന്മാരുമൊക്കെയായിട്ട് സഖ്യം ചെയ്തുകൊണ്ട് ജാമ്പവാൻ മുതലായിട്ടുള്ളവരെ കണ്ടുമുട്ടുന്നതുമൊക്കെ ഈ യാത്രയിൽ ഉടനീളമാണ്. അങ്ങനെ വീരപരിവേഷം രാമന് ഉണ്ടാകുകയാണ്. അതീവ ശക്തനും ബുദ്ധിശാലിയും 10 തലയുടെ ബുദ്ധിയുള്ള രാവണനെ ദിവ്യാസ്ത്രങ്ങളും അനേകം വരങ്ങളുമൊക്കെ വാങ്ങി ത്രിലോകങ്ങൾ മുഴുവൻ കീഴടക്കിയ രാവണനെ വധിക്കുകയും സീതയെ വീണ്ടെടുക്കുകയും ചെയ്ത് അയോധ്യയിൽ തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ള എല്ലാ സംഭവങ്ങളും നേടുവാൻ രാമൻ്റെ ആ യാത്രയാണ് രാമനെ വലിയ ആളായിട്ട് ലോകത്തിന് കാട്ടിക്കൊടുത്തത്. ഇതിനെല്ലാം കാരണക്കാരിയായിരുന്നത് ആരായിരുന്നു? മന്ദര തന്നെയാണ്, അല്ലേ? ഈ കുബുദ്ധി കൊണ്ടാണ് മന്ദര രാമന് ഈ വീരപരിവേഷങ്ങളെല്ലാം നേടുവാൻ സാധിച്ചത്. അതിനാൽ ചിലപ്പോൾ ചില ഗുണങ്ങൾ നമുക്ക് ദോഷമായിട്ടും ചില ദോഷങ്ങൾ നമുക്ക് ഗുണമായിട്ടും വരും. കാട്ടിൽ ഒരു തടി വെട്ടുവാനായിട്ട് പോയാൽ വളഞ്ഞു നിൽക്കുന്ന മരത്തെ ഗൃഹനിർമ്മാണത്തിനോ മറ്റുപകരണങ്ങൾ നിർമ്മിക്കുന്നതിനോ നമ്മൾ എടുക്കാറില്ല. അപ്പോൾ അത് നേരെ നിൽക്കുന്ന നല്ലൊരു വൃക്ഷത്തെ ആയിരിക്കും നമ്മൾ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഉളഞ്ഞു നിന്ന ആ മരത്തെ അതിൻ്റെ രക്ഷയായി, അതിൻ്റെ ദോഷം അതിന് രക്ഷയായി. ശ്രേഷ്ഠമായിട്ട് നേരെ നിന്ന മരത്തിന് മരണവും സംഭവിച്ചു. ഇനിയിപ്പം വീട്ടിൽ വന്നിട്ട് ഒരു കോഴിയെ കൊല്ലാമെന്ന് അങ്ങ് വിചാരിക്കുക. വിരുന്നുകാർ വന്നു. ആദ്യം ഏത് കോഴിയെ കൊല്ലും? മുട്ടയിടുന്ന കോഴിയെ കൊല്ലുമോ മുട്ടയിടാത്ത കോഴിയെ കൊല്ലും? മുട്ടയിടാത്ത കോഴിയെ തന്നെ കൊല്ലും. അവിടെ അതിൻ്റെ ഗുണം അതിന് രക്ഷയാകുകയും മറ്റേ കോഴിക്ക്, ഗുണകരമല്ലാത്ത കോഴിക്ക് അതിൻ്റെ ഗുണകരമല്ലായ്മ അതിന് ദോഷമായിട്ടും തരും. കാലത്തിൻ്റെ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ അനുസരിച്ചാണ് വിധി എന്ന് പറയുന്നത്. വിധിയെ നിയന്ത്രിക്കുന്നൊരു ശക്തി എല്ലായിടത്തിലും എല്ലാ ചരാചരങ്ങളിലും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരവും. പണ്ടൊരു ഇത് പറയുമായിരുന്നു, കള്ളനും കൊള്ളക്കാരനുമായ എന്ന് വെച്ചാൽ ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ചൊരമ്പിനാലെ കുലകഴിച്ച രാഘവ കുന്തരാമ പാകിമ. ഒളിച്ചു നിന്ന് ചെയ്യുന്നത് തെറ്റാണ്. കൊണ്ടുവന്ന ഭാര്യയെ അവിശ്വാസത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തു. അഗ്നിസ്നാനം ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്ത രാമൻ ദൈവമാണോ? ധർമ്മിഷ്ഠനും ഭക്തനുമായ രാവണനെ രാക്ഷസനാക്കി അധാർമികനായ രാമനെ ദൈവമാക്കി എന്നും
ചിലർ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആക്കി എന്ന് പറഞ്ഞാൽ ആരാക്കി? പ്രപഞ്ച ശക്തി തന്നെയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നതും നിയന്ത്രിക്കുന്നതും. അതിനാൽ നമ്മൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ കൃത്യസമയത്ത് എത്തണമെന്നില്ല, എത്തിയാൽ തന്നെ ആളെ കാണണമെന്നുമില്ല. അതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. താമസിച്ച് പോകാമെന്ന് വെച്ചാൽ നേരത്തെ ആകും, നേരത്തെ പോകാമെന്ന് വെച്ചാൽ താമസിച്ചുമാകും. ആ പ്രപഞ്ചശക്തിക്ക് കീഴ്പ്പെട്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന പരമമായ സത്യം ശരിയല്ലേ? മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.